സ്വന്തം വീട്ടിൽ നിന്ന് സിവിൽ സർവീസിലേക്കുള്ള ഒരു പ്രചോദനമാകാൻ കഴിഞ്ഞ ഒരു അച്ഛൻ്റെ അനുഭവങ്ങൾ കൂടി പറയാൻ കഴിയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയാണ് ഇന്ന് നമ്മുടെ ഈ പരിപാടിയിൽ വന്നിരിക്കുന്നത്. 4 വർഷമാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രായം. പക്ഷേ 120 പേരാണ് ഇതിനകം സർവീസിലേക്ക് കയറി വന്നിരിക്കുന്നത് എന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞങ്ങൾ കാണുകയാണ്. Second son he was always thinking how to win civil service. One fine morning he came and told me that I want to write civil service. First time, second time, third time. It was so hard. നമുക്കും വലിയ ബുദ്ധിമുട്ടായി. കാരണം ഇത് ഇവനിങ്ങനെ രാത്രിയും പകലും ഉറക്കമില്ലാതെ ഇങ്ങനെ പഠിച്ച് ബുദ്ധിമുട്ടെന്ന് കാണുമ്പോൾ നമുക്കും വിഷമമാണ്. ആദ്യത്തെ തവണ കിട്ടിയില്ല, രണ്ടാമത്തെ തവണ കിട്ടിയില്ല, അത് ഇനി എഴുതിയാൽ കിട്ടുമോ? ആൻഡ് ഫൈനലി ഗോട്ട് ഇറ്റ്. നമ്മൾക്ക് അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി, കിട്ടി. What I am telling you is not a small thing. You have to work very, very hard. ഇന്ന് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് എന്നുള്ളതിൽ പറയാനാണ്. ഇതുവരെ ഇതിന് പിന്നോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല, മുന്നോട്ട് തന്നെയാണ് ഇതിന് പറയാറ്. അപ്പോൾ എല്ലാ കുട്ടികളും IAS സിവിൽ സർവീസിൽ അല്ലെങ്കിൽ IPS എല്ലാവരും അങ്ങനെ ആയിക്കൊള്ളണം എന്നൊന്നുമില്ല. എല്ലാവരും ശ്രമിക്കുകയാണ്. ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കും സമൂഹത്തിനും ഉപകാരപ്പെടുന്ന രീതിയിൽ വേണം അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പിന്നീട് എല്ലാവരും വരാൻ. ജനങ്ങളുമായി ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ സർവ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കൊടുക്കാനുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് എക്സാമാണ് ഏത്? സിവിൽ സർവീസ് എക്സാം എന്നുള്ളത്. ഈ എക്സാമിന് കീഴിൽ ഒരുപാട് സർവീസുകളുണ്ട്. വളരെ കോമൺ ആയ സർവീസാണ് ഏത് സർവീസ്? IAS എന്ന് പറയുന്ന സർവീസ്. ഓപ്പറേഷൻ തുഫാൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. അത് ലോകത്തെ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടത്തിലാണ്. അതിന് നിങ്ങളുടെ എല്ലാ സഹായം ഉണ്ടാകണം. നമ്മുടെ ക്യാമ്പസുകളെ ലഹരിമുക്തമാക്കാനുള്ള ഓപ്പറേഷൻ തുഫാൻ പദ്ധതിയിൽ ഞാനും അഭിമാനത്തോടെ പങ്കാളിയാകുന്നു. വളരെ നല്ല രീതിയിലുള്ള റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. അതേപോലെ തന്നെ നല്ല ഫാക്കൽറ്റീസ് ഉണ്ട്, മെന്റർഷിപ്പ് ഉണ്ട്. സാമ്പത്തികമായിട്ട് അത്ര ഉന്നതിയിലല്ലാത്ത ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിച്ച് അവരുടെ മോഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഡയറക്റ്റ് കണ്ട് മനസ്സിലാക്കിയതാണ്.